ബാഹുബലി ബാഹുബലി അടിക്കുന്നു. ഒന്നും കൂടെ പറയണം എനിക്ക്. എടുക്കാൻ പോവേണേ നമ്മുടെ മാങ്ങ നമ്മൾ ഇത് ചെയ്തു. ഞാൻ ചെയ്തിട്ട് എടുത്ത് ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു മാങ്ങ വന്ന് അവിടെ എടുക്കാൻ പോവേണേ. ലെറ്റ്സ് മേക്ക് മാംഗോ ഐസ്ക്രീം. അപ്പം നിങ്ങൾ കമൻറ്റിൽ ഇട്ടായിരുന്നു നമ്മൾ ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ മേടിക്കാം. അപ്പം ഞാൻ ഇത് ഓർഡർ ചെയ്ത് മേടിച്ചു. അപ്പം ഇന്നലെ ഞാൻ ശിവാനിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്കൊരു ഇത് ഐസ്ക്രീമിൻ്റെ ഇത് ബോക്സ് മേടിച്ച് വയ്ക്കണം. ശിവാനി എനിക്കും മേടിച്ച് വയ്ക്കണം. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും സാധനം എത്തി. അങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. തൊലി മാറ്റി എടുക്കുന്നുണ്ട്. ഇനി ഗ്രൗണ്ട് എടുക്കുന്ന ഒരു കുറവേയും കൂടെ ഉണ്ട്. മാങ്ങയല്ല ഞാൻ പൾപ്പാക്കി എടുത്ത് ഞാൻ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മറ്റേ എൻ്റെ യെല്ലോ മാംഗോ മാത്രം യെല്ലോസിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എല്ലാ സാധനമെല്ലാം എടുത്ത് ഇനി നമുക്ക് ഇതിനൊരു പേസ്റ്റ് ചെയ്തെടുക്കാം. മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഫസ്റ്റ് പറയുന്നത് മിൽക്ക് മേഡാണ്. മാംഗോ പ്യൂരി റെഡി. മാംഗോ പ്യൂരിയുടെ പേസ്റ്റ് ആക്കി വെച്ചിട്ട് കാണിച്ചത്. മാംഗോ പ്യൂരി കുറച്ചുകൂടെ മാറ്റി വയ്ക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടിരിക്കണം. പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഇതൊന്ന് ഫോം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഇത്രയും മതി. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ ഞാൻ ഒഴിച്ച് കൊടുത്ത് നല്ല മിക്സ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഈ മറ്റേ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ പ്യൂരി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. മാംഗോ മിക്സ് ആണ് ഇത്. മാംഗോ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് കളർ വരുമെന്ന് എനിക്കറിയില്ല. മാംഗോ കളർ. അപ്പോൾ നമ്മുടെ മാംഗോ മിക്സ് ഒഴിച്ച് കൊടുത്ത് നല്ല മാംഗോ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇനി നമുക്ക് നന്നായി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാംഗോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ പീസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് കയ്യിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കയ്യിൽ ഒരു കത്തി കൈ വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അത് എന്തെന്നറിയില്ല ഇങ്ങനെ പിടിക്കാത്ത കാരണം അന്ന് ഞാൻ കുഞ്ഞമ്മേരെ ഒരു കണ്ണാടി ഗ്ലാസ് പൊട്ടിച്ച് നല്ലൊരു പൂവുള്ള ഗ്ലാസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചെടുക്കണേ. ഇങ്ങനെ കൊന്നു കളയുന്നതിനെ കൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇവിടെ മാംഗോ മിക്സ് റെഡി. മിക്സ് ഇവിടെ മാംഗോ മിക്സ് റെഡി. ഒന്നുകൂടെ കാണണം. ഇവിടെ മാംഗോ ഒക്കെ ഇട്ട് സെറ്റായി. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ മേടിച്ചേടെ പുതിയതായിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഒരു മിക്സ് റെഡിയായ വച്ചു. ഇപ്പോഴേ എനിക്ക് കൊതിയാവുന്നു, കഴിക്കാൻ തോന്നുന്നു.
നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ആക്കി തന്നെയാണ്. ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കണം. ഫില്ല് ചെയ്യണം. ഈ ക്രീം ഇങ്ങനെ എടുത്തിട്ട് പുറത്താവാതെ ഇങ്ങനെതാ. ഇനി ഈ സ്പൂൺ ഉണ്ടെങ്കിൽ ഈ ചെറിയ സ്പൂണായാലും മതി, കുഴപ്പമില്ല. ഇതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫാസ്റ്റ് ചെയ്യണം. അയ്യോ, ഞാൻ ഡാൻസ് കളിച്ചെടുക്കാം. ഇനി നമ്മുടെ ഐസ്ക്രീം എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയിക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീം ഞാൻ ഇവിടെ സെറ്റാക്കി കൊടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നാളെ കാണാം. ബൈ. ശേഷം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഞാൻ പെട്ടെന്ന് പറയണ അലിഞ്ഞു. ഞാൻ പെട്ടെന്ന് പറയണത് അലിഞ്ഞു. പരിപ്പ് നോക്കി